നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻതോട് ചീപ്പ് പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകും. വാർത്തകൾ വിശദമായി. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വഞ്ചിപ്പുര കണക്കാട്ടുശ്ശേരി ലതാ ശാന്തൻ, കുന്നുങ്ങൽ അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. കയ്പമംഗലം 15-ാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ 25ഓളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്. ലതാ ശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട്. ഇവരെ ആദ്യം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കല്ലേ കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായി. ഞങ്ങളെല്ലാവരും ഓടി, 2 പേരെ ഓടിച്ചിട്ട് കുത്തി, തലയ്ക്കും മുഖത്തൊക്കെ കുത്തുകൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പം ട്രിപ്പൊക്കെ ലതാശാന്തൻ, അജിതയ്ക്ക് തലയിലാണ് കുത്തുകൊണ്ടിട്ടുള്ളത്. അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിൽ. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി ഇല്യാസിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് 2, 3, 4, 5 വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി 25-ന് ആരംഭിച്ചു. തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ 27-നും 8-ാമിടം മെയ് 11-നുമാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ നേർച്ച ഭക്ഷണം മെയ് 3 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ 10 മണി വരെയും മെയ് 4 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ഉണ്ടായിരിക്കും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ആൻഡോ മേക്കാട്ടുകുളം, ഡിനോ ദേവസി, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ സ്റ്റീഫൻ ലാസർ, മറ്റ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഈ കപ്പേളയിലെ 2025 മെയ് 3, 4, 5 തീയതികളിലായി തിരുനാൾ സഘോഷം കൊണ്ടാടുകയാണ്. അതിനൊരുക്കമായിട്ട് തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ തീർത്ഥകേന്ദ്രം ഈ പ്രദേശത്തും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും ഉള്ളവർക്ക്, നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവർക്കും ഒരു അത്താണിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ആഘോഷം ഈ നാടിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാണ്. താന്യം പഞ്ചായത്തിൽ SSC വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണവും യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. SC വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണത്തിന് 1,75,000 രൂപയും യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണത്തിന് 24,000 രൂപയുമാണ് പദ്ധതി വിഹിതം. മലയാളം സാംസ്കാരിക വേദി, മലയാളം ഫുട്ബോൾ ക്ലബ്ബ്, കനിഷ്ക ക്ലബ്ബ്, നന്മ സാംസ്കാരിക വേദി, ബാബാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങി 5 രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് ഫുട്ബോളാണ് വിതരണം ചെയ്തത്. 31 വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചർ നൽകിയത്. മെമ്പർമാരായ രഹന പ്രജു, സനിത സജൻ, മീന സുനിൽ, സതി ജയചന്ദ്രൻ, ബിന്ദു ടീച്ചർ, ഷൈജി ടീച്ചർ, പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്കുള്ള ഫർണിച്ചറാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. കസാരയും മേശയുമാണ് ഓരോ കുട്ടികൾക്കും കൊടുക്കുന്നത്.
അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് നമ്മുടെ 5 ക്ലബ്ബുകൾക്കാണ് നമ്മൾ നമ്മുടെ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യപ്പെടുന്നത്. ഫുട്ബോൾ ആണ് 5 ഫുട്ബോള് ഒരു ക്ലബിന്. അങ്ങനെ 5 ക്ലബ്ബുകൾക്ക് 6 കുട്ടികളടക്കമുള്ള 6 ക്ലബ്ബുകൾക്കാണ് നമ്മളിവിടെ ഈ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യപ്പെടുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനമേശയും കസേരയും വിതരണം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് 2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. ഇതിനായി 60,000 രൂപയാണ് വകയിരുത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ.എസ്. അനിൽകുമാർ, പി.എ. ഷമീർ, സിനിത വത്സൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, സാഗർ മിത്ര, നീതു സിജീഷ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതിയുമായ താളം വനിതാ വാദ്യകലാ സംഘത്തിന് തുടക്കം കുറിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ.എസ്. സബിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത ഗണേശൻ, വാർഡ് മെമ്പർമാരായ സി.എം. നിസാർ, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, ആശ ഗോകുൽ, മഞ്ജു പ്രേംലാൽ, ധനീഷ് കെ.എസ്., സുജിത് എം.എസ്., അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി സി.ഡി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് താളം വനിതാ വാദ്യകലാ സംഘത്തിൻ്റെ വാദ്യകലാ പ്രകടനവും ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 15 പട്ടികജാതി വനിതകൾക്ക് വാദ്യോപകരണ മേഖലയിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,62,000 രൂപ ചെലവഴിച്ച് വാദ്യോപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു. വനിതകൾക്ക് സ്വയം തൊഴിലിന് ഉപകരിക്കും വിധത്തിലാണ് താളം വനിതാ വാദ്യകലാ സംഘം രൂപീകരിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് അറിയിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ സമേതം ഒപ്പത്തിനൊപ്പം വ്യക്തിത്വ വികസന ദ്വിദിന ക്യാമ്പ് നടത്തി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. മണലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി, അധ്യാപിക പ്രതിനിധി സിജി ടീച്ചർ, PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് പ്രവീണ KP എന്നിവർ സംസാരിച്ചു. തിങ്കളാഴ്ച ശ്യാംരാജിൻ്റെ നേതൃത്വത്തിൽ തിയേറ്റർ വർക്ക്ഷോപ്പും ചൊവ്വാഴ്ച തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടർ KV ഗണേഷ് ക്ലാസ് നയിച്ചു. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ വിതരണം ചെയ്തു. മണലൂർ സെന്റ് തെരേസാസ് UPS, കാഞ്ഞാണി സെന്റ് തോമസ് UPS, മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് UPS എന്നിവിടങ്ങളിലെ 36 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
Sparsha Ayurvedic Clinic and Ayurvedic Beauty Parlor near South Petrol Pump, Triprayar. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പിരിങ്ങോട്ടുകര സെറാഫിക് CGHSൽ സമേതം കുട്ടികളുടെ ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടെസിൻ ജോസഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ LF കോളേജ് മുൻ പ്രിൻസിപ്പാൾ സിസ്റ്റർ ട്രീസ ഡൊമിനിക്, LF കോളേജ് മൾട്ടിമീഡിയ HOD സിസ്റ്റർ ഗ്ലൈസ്ലിറ്റ് എന്നിവർ ക്ലാസ് നയിച്ചു. ശില്പശാലയോടനുബന്ധിച്ച് വിവിധ ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും കുട്ടികളുടെ ഷോർട്ട് ഫിലിം നിർമ്മാണവും നടന്നു. സമാപന സമ്മേളനം PTA വൈസ് പ്രസിഡന്റ് നിസാർ കുമ്മകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപക പ്രതിനിധി ഡോക്ടർ സിസ്റ്റർ കൃപ മരിയ സംസാരിച്ചു. വിദ്യാലയത്തിലെ 7, 8, 9 ക്ലാസുകളിലെ 100 വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പിന്നെ ചോറ് കോണ്ടെക്സ്റ്റ് അറിയോ? കോണ്ടെക്സ്റ്റ്, ചോറിന്റെ കോണ്ടെക്സ്റ്റ് ഏതാ? കോണ്ടെക്സ്റ്റ് ആരാ പറയാ? ചോറിന്റെ കോണ്ടെക്സ്റ്റ് ചോറ് എന്ന് പറയുന്ന ആ ഒരു ടേം അവിടെ ഉണ്ടായ സാഹചര്യം, ആ ഒരു സീൻ ഷോട്ട് എടമുട്ടം പൈച്ചോട് കൊട്ടുക്കൽ ശ്രീ ഭദ്രകാളി വിശ്വമായ ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, നടക്കൽ പറയെടുപ്പ്, കലശപൂജ, കലശാഭിഷേകം, മുത്തപ്പന്മാർക്ക് കളമെഴുത്തുപാട്ട്, പ്രസാദോട്ട്, വൈകിട്ട് ഭദ്രകാളിക്കും ഘണ്ടാകർണനും കളമെഴുത്തുപാട്ട്, എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, കൊട്ടുക്കൽ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് അത്താഴപൂജ, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വഹിക്കും ആനന്ദനെ ഉദരേ വഹിച്ചൊരു ആനന്ദ തുങ്കമേ ഭണം തന്നിൽ വസുധയെ വഹിക്കും ആനന്ദനെ ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം ഭജാമി സതതം സുരേശ്വരം ഗജാനനയുതം ഗണേശ്വരം വിട്ട് സിക്കിട്ട് വിക്കിത് മാനകണ്ഠം മഞ്ജരകണ്ഠം
നാട്ടിക ചേർക്കരയിലെ 7-ാം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പുത്തൻതോട് ചീപ്പ് പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് 300ഓളം പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് നൽകുന്നതിനായി BJP നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിലിന് കൈമാറി. ചടങ്ങിൽ BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീകുട്ടൻ PT, NS ഉണ്ണിമോൻ, ലാൽ ഊണുങ്ങൽ, സിദ്ധൻ ആലപ്പുഴ, സുരേഷ് ഇയാനി, വിജയമോഹനൻ, ബൈജു കോറോത്ത്, പ്രസാദ്, ജഗന്നിവാസൻ, ജയൻ രാമൻകുളം, ചന്ദ്രൻ പണികശ്ശേരി, അജിയൻ തോട്ടുപുര, സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ഇവർക്കൊക്കെ കിട്ടുന്ന നികുതി വിഹിതം എന്ന് പറയുന്നത് 10 വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ കമ്മീഷൻ 14-ാം ധനകാര്യ കമ്മീഷൻ്റെ അതിൽ മാറ്റങ്ങൾ വരുത്തിയതനുസരിച്ച് വലിയ ഒരു നികുതി വിഹിതമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഇന്ന് വിവിധ സർക്കാരുകളുടെ ഭാഗമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 15 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഏറ്റവും തുച്ഛമായിട്ടുള്ളൊരു തുകയാണ്. അത് 65 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു ചീപ്പ് അത് 300ഓളം കുടുംബങ്ങളെ ബാധിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പുരാവസ്തു ഗവേഷണമൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ സാധനം പഞ്ചായത്ത് വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും മോശമായ രീതിയിൽ ഇതുപോലൊരു ചീപ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ചെമ്മാപ്പള്ളി വടക്കുമുറി തെക്കിനടുത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, നവകലശാഭിഷേകം, പന്തീരടി പൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. തുടർന്ന് പെരുവനം ശങ്കരനാരായണൻ നയിച്ച മേളത്തോടുകൂടി ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തൃപ്പയാർ ദേവസ്വം അച്യുതൻകുട്ടി ദേവിയുടെ തിടമ്പേറ്റി. തുടർന്ന് ദേവിക്ക് പൊങ്കാലയിടൽ, മധ്യാഹ്ന പൂജ, ശ്രീബലി എന്നിവ നടന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, കേളി, പറ്റ്, ശേഷം താലം എഴുന്നള്ളിപ്പ്, തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് TK മനോജ്, സെക്രട്ടറി TS മോഹൻദാസ് എന്നിവർ നേതൃത്വം വഹിച്ചു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് ദിവസങ്ങളിൽ എല്ലാ വർഷങ്ങളിലെ പോലെയും ഈ വർഷവും CP ട്രസ്റ്റിന്റെ കുടിവെള്ളമെത്തും. ആസ്ഥ ഗ്രൂപ്പ് MD CP സാലിഹിന്റെ നേതൃത്വത്തിലുള്ള CP ട്രസ്റ്റാണ് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന തൃപ്പയാർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് ദേവസ്വം മാനേജർ മനോജ് K നായർ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം വേനലിന്റെ കടുത്ത കാലഘട്ടത്തിൽ വെള്ളത്തിന്റെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഈ വെള്ളത്തിന്റെ ക്ഷാമം നേരത്തെ തുടങ്ങിയിരിക്കുകയാണ്.
അതോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ ഈ വെള്ളക്ഷാമമുള്ള കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം ടാങ്കറിൽ അടിച്ചു നൽകാറുള്ള CP സാലിഹ് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് അവരുമായി ക്ഷേത്രത്തിലെ ആവശ്യമനുസരിച്ച് എത്ര ദിവസം വേണമെങ്കിലും ആവശ്യപ്രകാരം കുടിവെള്ളം തുടർച്ചയായി എല്ലാ ദിവസവും എത്തിക്കുമെന്ന് CP ട്രസ്റ്റ് അംഗം നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു. ഉപദേശക സമിതി ട്രഷറർ VR പ്രകാശൻ, ജാഫർ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ വേനൽ വല്ലാത്ത ഒരു കടുത്ത രീതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ഏക രാമക്ഷേത്രത്തിലേക്ക് ഇപ്രാവശ്യവും വെള്ളത്തിൻ്റെ ക്ഷാമം വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ തന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് വലിയ ഭക്തജനത്തിരക്ക്. തളിക്കുളം BRCയുടെ നേതൃത്വത്തിൽ തളിക്കുളം ബ്ലോക്ക് തല പഠനോത്സവം തൃപ്രയാർ AUP സ്കൂളിൽ നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. തളിക്കുളം BPC TV ചിത്രകുമാർ പദ്ധതി വിശദീകരണം നടത്തി. വലപ്പാട് AEO KV അമ്പിളി മുഖ്യ അതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക AK ഡോളി, വാർഡ് മെമ്പർ P വിനു, BRC ട്രെയിനർ TR അനൂപ്, PTA പ്രസിഡന്റ് KK വിനീഷ്, MPTA പ്രസിഡന്റ് നന്ദിനി രഘുറാം, സ്റ്റാഫ് സെക്രട്ടറി ശ്രീനാഥ് വിജയൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ നിർമ്മിച്ച വിവിധ വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. നിങ്ങൾ വരച്ച ചിത്രങ്ങൾ, നിങ്ങളുടെ എഴുതിയിട്ടുള്ള ഡയറി കുറിപ്പുകൾ, നിങ്ങളുടെ കരകൗശലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അതെല്ലാം ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പഠനോത്സവം നടത്തുന്നത്? ഇവിടെ നിങ്ങളുടെ സർഗവാസന, നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ആ പ്രദർശിപ്പിക്കുന്നത് ഒന്നും ടീച്ചർമാരുടെ ഇഷ്ടത്തിനല്ല, രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനല്ല, എല്ലാം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. മനസ്സിലാക്കിയ നിങ്ങളെ ചീത്ത പറയാനോ ഉണ്ടാക്കിയ സാധന സാമഗ്രികൾ മോശമായെന്ന് പറയാനോ ഒന്നും പാടില്ല. അക്ഷരത്തെറ്റെന്ന് പറയാൻ പാടില്ല. മനസ്സിലായ? BJP രാഷ്ട്രീയം ഉപേക്ഷിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്തല്ലൂർ മേഖലാ പ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന 1-ാം വാർഡിലെ കടവത്ത് അർജുനൻ ഭാര്യ സിന്ധുവിനെ ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് സ്വീകരിച്ചു. ചടങ്ങിൽ തൃത്തല്ലൂർ മേഖലാ പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ അധ്യക്ഷയായി. മേഖലാ സെക്രട്ടറി വത്സല വിനോദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, മേഖലാ ട്രഷറർ സ്മിത സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി തളിക്കുളം കോളേജ് അസോസിയേറ്റ് കോർഡിനേറ്റർ സുഭദ്ര ബി മേനോന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റായ ലവൻ ഇസ്കാക്കിരി ലൂമിനാരി ലൈറ്റിംഗ് യുവർ വേ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ വിദ്യ വി, PTA വൈസ് പ്രസിഡന്റ് ഗ്രേസ് റോയ് എന്നിവർ സംസാരിച്ചു. ആ വ്യക്തിക്ക് നന്മ കൊണ്ടുവരാവുന്ന ഹിതകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ നമ്മളത് ഉപയോഗിക്കുള്ളൂ. കാരണം ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് തെറാപ്പി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. തെറാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസോർഡർ മാറ്റാൻ, ഒരു ഫോബിയ ആയിക്കോട്ടെ, ഫോബിക് ആണെന്നുണ്ടെങ്കിൽ ആ ഫോബിയ മാറ്റാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആൾക്ക് മുക്തി നേടാനും ഒരു നല്ല ദൈനംദിന ജീവിതം നയിക്കാനുമായിട്ട് കൊടുക്കുന്ന മെഡിസിൻ പോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് തെറാപ്പി. ഇത് ഞാനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഒരാൾ എടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഏതൊരു സബ്ജക്റ്റ് വന്നാലും, സബ്ജക്റ്റ് എന്നാണ് വിളിക്കുക, ആൾക്ക് ഗുണകരമായ കാര്യങ്ങളെ ചെയ്യും. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ പേടിച്ചു കൂട്ടുന്ന രഹസ്യം ചോർത്താനോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനോ ഒന്നും ആയിരിക്കില്ല. അങ്ങനൊന്നും പേടിക്കേ വേണ്ട. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഞ്ചിപ്പുര ബീച്ചിൽ നിർമ്മിച്ച വാട്ടർ കിയോസ്ക് നാടിന് സമർപ്പിച്ചു.
വഞ്ചിപ്പുര ബീച്ചിൽ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിന് സമീപത്തായിട്ടാണ് ഈ വാട്ടർ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, UY ഷമീർ, സിബിൻ അമ്പാടി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ, BS ശക്തിധരൻ, PT രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. മതിലകം ഗ്രാമപഞ്ചായത്ത് ഹരിത പ്രഖ്യാപനവും ഹരിത സ്ഥാപനവും ഹരിത അയൽക്കൂട്ടം, ഹരിത വിദ്യാലയം എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS രാജു അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ വിനീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, CDS ചെയർപേഴ്സൺ CB, പഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജയ് ശാർക്കര, EK ബിജു, അരുൺലാൽ, OA ജെൻട്രിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. അതായത് 2 വില്ലേജ് ഉണ്ട്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ 2 FHSC കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ മറ്റു ആശുപത്രികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ മറ്റു പഞ്ചായത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഹരിത പ്രഖ്യാപനം നൽകിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PH ബാബു, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ മഞ്ജുള മനോഹരൻ എന്നിവർ സംസാരിച്ചു. 50,000 രൂപ ചെലവിട്ട് 6 ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയിൽ വാടാനപ്പള്ളി കാർഷിക സഹകരണ സംഘം പ്രതിഷേധിച്ചു. ഈ നടപടി സ്വകാര്യ ബാങ്കുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും ഇത് സഹകരണ മേഖലയെ തളർത്തുമെന്നും യോഗം ആരോപിച്ചു. സംഘം പ്രസിഡന്റ് KR ശശികുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന സഹകാരികളെ റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ CV ശശിധരൻ ആദരിച്ചു. KPCC അംഗം CI സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘം വൈസ് പ്രസിഡന്റ് KK പോൾ, ഡയറക്ടർമാരായ M ലക്ഷ്മിക്കുട്ടി, KK വാസു, KK ലിസി, CA ഫ്രാൻസിസ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ IP പ്രഭാകരൻ, RM താരിഖ്, VC ഷീജ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻതോട് ചീപ്പ് പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.